മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, തകർന്നു പോകുമെന്നുറപ്പിച്ച എത്രയോ സന്ദർഭങ്ങളിൽ മഹാദേവൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുന്നതിനു പകരം മഹാദേവൻ നിങ്ങൾക്കു നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഭക്തനും ഭഗവാനും തമ്മിൽ മാത്രമുള്ള ഒരു ലോകം തീർത്തെടുത്താൽ അവിടെയെന്നും ആനന്ദം മാത്രമുണ്ടാകും. ഭഗവാനോടുള്ള പ്രാർത്ഥനയേക്കാൾ നല്ലത് ഭഗവാനോട് സംസാരിക്കുക എന്നതാണ്. അപ്പോൾ ഭഗവാനോട് നിങ്ങൾക്ക് കൂടുതൽ അടുപ്പം തോന്നും. ഭക്തരെ, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. അവർ നിങ്ങളോട് വളരെ കരുതലുള്ളവരായിരിക്കും. ഒരു മനുഷ്യൻ തോറ്റുപോകുന്നത് സ്നേഹത്തിൻ്റെ മുന്നിലായിരിക്കും. ആ സ്നേഹം സത്യമാണോ കള്ളമായിരുന്നോ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം കൈവിട്ട് പോയിരിക്കും. കരയുന്നതിൽ തെറ്റില്ല, പക്ഷേ ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന ഒരു കാര്യത്തിന് വേണ്ടി കരയുന്നതിൽ ഒരർത്ഥവുമില്ല. ഒരിക്കലും പുറകോട്ട് നോക്കി ദുഃഖിക്കരുത്. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്. ഭക്തരെ, കടിച്ചമർത്തിയ സങ്കടങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുമ്പോൾ കണ്ണുനീര് കൂട്ടുനിൽക്കും. നിങ്ങൾ കരഞ്ഞു പോകും. അതൊന്നും മനക്കട്ടിയുടെ കുറവല്ല, ഉള്ളിൽ ഉറവ പറ്റാത്ത സ്നേഹത്തിൻ്റെ തെളിവുകളാണ്. ദേഷ്യം കാണിക്കുന്നവർ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല. ചതിയുടെ അടയാളം സുഖിപ്പിക്കലാണ്. ഭക്തരെ, മനം തകർന്നു കരഞ്ഞവർ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും. കണ്ടുമുട്ടിയ മുഖങ്ങൾ, നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, കഴിഞ്ഞുപോയ സമയം, വേദനിപ്പിച്ച വാക്കുകൾ, തനിച്ചായ നിമിഷങ്ങൾ, ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ, മനസ്സ് കീഴടക്കിയ സ്നേഹം, എല്ലാം പാഠങ്ങളാണ്. പഠിക്കാനും തിരിച്ചറിയാനും വിശ്വസിക്കാനും ചിന്തിക്കാനുമുള്ള പാഠങ്ങൾ. ഭക്തരെ, ജീവിത വിജയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്കത് പണമായിരിക്കും, ചിലർക്ക് സ്നേഹമുള്ള കുടുംബമായിരിക്കും, മറ്റു ചിലർക്ക് നല്ല ജോലിയായിരിക്കും. അതിനാൽ മറ്റുള്ളവരുടെ വിജയത്തിൻ്റെ അളവുകോൽ കൊണ്ട് സ്വന്തം വിജയം അളക്കാതിരിക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏതു വെല്ലുവിളികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ നിങ്ങളിലേക്ക് ആത്മവിശ്വാസത്തിൻ്റെ തുള്ളികൾ ഒഴുകിയെത്തുന്നു. ഭക്തരെ, സ്നേഹത്തിനായി നിങ്ങൾ ആരുടെ മുന്നിലും യാചിക്കരുത്. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. നിങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും. അറിവില്ലാത്തവർ തർക്കിച്ചു കൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എന്നാൽ ആ വേദനകൾ നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പിടിച്ചു വാങ്ങാനോ വിലപേശി വാങ്ങാനോ ശ്രമിക്കരുത്. കാരണം അതിൽ 1% പോലും ആത്മാർത്ഥത ഉണ്ടാകില്ല. ഭക്തരെ, വളരെ കുറച്ചാളുകൾ മാത്രം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ബാക്കിയുള്ളവർ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമായിരിക്കും. എപ്പോഴും നിങ്ങൾ ജീവിതത്തിലെ ചെറിയ ചെറിയ ചിലവുകളെ സൂക്ഷിക്കുക. ഒരു ചെറിയ ചോർച്ചയ്ക്ക് ഒരു വലിയ കപ്പലിനെ മുക്കിക്കളയാനാകും. ഭക്തരെ, നിങ്ങളെ ഉപദ്രവിച്ചവർക്കും മാനസികമായി തളർത്തിയവർക്കും പരിഹസിച്ചവർക്കും അവരുടെ കർമ്മഫലങ്ങൾ ഉറപ്പായും അനുഭവിക്കേണ്ടതായി വരും. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനേക്കാൾ വലിയവനുമല്ല ചെറിയവനുമല്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായ വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.